കൊല ചെയ്യപ്പെട്ട 3 പേരും 93-ന് ശേഷം ജനിച്ചവരാ. അതുകൊണ്ട് തന്നെ കൃഷ്ണദാസിന്റെ ശബ്ദം നഷ്ടപ്പെട്ട സർജറിയുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടാവാൻ സാധ്യതയില്ല. പിന്നെയും സാധ്യത കൊല ചെയ്യപ്പെട്ടവരുടെ രക്ഷിതാക്കൾക്കാവണം. ഈ തിരഞ്ഞെടുപ്പ് റാൻഡം അല്ലെങ്കിൽ. ഉദാഹരണത്തിന് ആദ്യം കൊല ചെയ്യപ്പെട്ട നവീൻ്റെ അച്ഛൻ ഡോക്ടർ ശിവകുമാർ. അദ്ദേഹം കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് MD എടുത്തിട്ടുള്ളത്. ദ ഇയർ 88-90. ഹലോ ഡോക്ടർ, എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണമായിരുന്നു. എന്താ കാര്യം? ഡോക്ടർ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്നല്ലേ PG എടുത്തത്? അതെ. നമ്മുടെ സസ്പെക്ട്സിൽ ഒരാളെ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അയാൾ 1989 ഡോക്ടർ അവിടെ പഠിച്ചിരുന്ന സമയത്ത് ഒരു സർജറി ചെയ്തിരുന്നു. സർജറിയോ? ഞാൻ ജനറൽ മെഡിസിൻ PG ആയിരുന്നു. എനിക്ക് സർജറി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു ബന്ധമില്ല. ഓക്കെ. നിങ്ങളീ പറഞ്ഞ ശിവകുമാർ ജനറൽ മെഡിസിൻ PGക്ക് എവിടെ പഠിച്ചത്? അവർക്കും ഈ സർജറി ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. അയാൾ പറഞ്ഞ സത്യ. ഡോക്ടറെ, 89 ഇവിടെ നടന്ന സർജറിക്ക് ശേഷമാണ് കൃഷ്ണദാസിന് ശബ്ദം നഷ്ടപ്പെട്ടത്. ആ സർജറി നടത്തിയത് ആരൊക്കെയാണെന്ന് നമുക്കെങ്ങനെ അറിയാൻ പറ്റും? അത് ഈ 100 കണക്കിന് സർജറീസ് ഒരു മാസം നടക്കുന്ന സ്ഥലമാണിത്. ഈ കമ്പ്യൂട്ടറൈസേഷനൊക്കെ ഈ അടുത്ത കാലത്തല്ലേ വന്നേ. പിന്നെ 89 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ മാനുവലായിട്ട് കാര്യങ്ങൾ രജിസ്റ്ററിൽ എഴുതി വെക്കലാണ് പതിവ്. അതിൽ പലതും പോയിട്ടുണ്ടാവും. സാർ ഈ പറഞ്ഞ ടൈം പീരീഡിലാണെങ്കിൽ ശ്രീധരൻ നമ്പ്യാർ സാറായിരുന്നു സർജറി HOD. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സാറ് മരിച്ചുപോയി. இங்கே யாராவது அந்த மெடிசின் சம்பந்தப்பட்ட டாக்டர் இருக்காங்களா? அசோகனுக்கு ஒரு கசின் பொண்ணு இங்கேருந்து தான் கோயம்புத்தூர் மெடிக்கல் காலேஜில் படிச்சுட்டு இருந்தா. ദിവ്യ, സർ, ഇതേ പുസ്തകം ഇതിന്റെ സെക്കൻഡ് എഡിഷൻ കോയമ്പത്തൂരിലെ സെൽവരാജന്റെ വീട്ടിൽ കണ്ടിരുന്നു. ചോദിച്ചപ്പോൾ അന്ന് അയാൾ പറഞ്ഞത് അയാളുടെ മരുമകൾ MBBSന് പഠിക്കുന്നു. പുതിയ കാലത്തൊരു സ്റ്റുഡന്റ് ഒരിക്കലും ഇത്രയും പഴയ എഡിഷൻ ഉപയോഗിക്കില്ല. ദാറ്റ് മീൻസ് ഹൗ ഷിറ്റ്. അപ്പോൾ സെൽവരാജ് ഒരു ബിസിനസ്സുകാരനായിരിക്കാം. പക്ഷെ അയാൾക്ക് മെഡിസിൻ റിലേറ്റഡ് ആയിട്ടൊരു പാസ്റ്റ് ഉണ്ട്. അത് മറ്റാരും അറിയരുതെന്ന് താല്പര്യമുള്ളതുകൊണ്ടാവാം അയാളത് പറയാത്തത്. സർ സർ, അന്ന് കമ്പ്യൂട്ടറൈസ്ഡ് ഒന്നല്ലല്ലോ. റെക്കോർഡ്സൊക്കെ ഞാൻ എടുപ്പിച്ചിട്ടുണ്ട്. നമുക്കൊന്നും കൂടി ചെക്ക് ചെയ്യാം. സർ, സെൽവരാജ് അനസ്തേഷ്യ PG സ്റ്റുഡൻ്റ് ആയിരുന്നു. 1988 അയാൾ കോഴ്സിന് ജോയിൻ ചെയ്തു. പക്ഷേ 89 പഠനം നിർത്തി. കോഴ്സ് ഡിസ്കണ്ടിന്യൂ ഡ്യൂ ടു ഡിസ്മിസൽ. അങ്ങനെ എഴുതിയിട്ടുണ്ട് സർ റിമാർക്സ് കോളത്തിൽ. എന്താ ഇവിടെ? സർ, അയാൾ ഡിസ്മിസ് ചെയ്യപ്പെട്ടോ? ആള് മഹാതല്ലിപ്പുള്ളിയായിരുന്നു. 1 വർഷമാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഒരുമിച്ചുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നല്ല പെത്തടിനടിച്ചായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ സ്ട്രോക്കിൽ നിന്ന് വരെ എടുത്തടിക്കും പോലും. അങ്ങനെ ഡിസ്മിസ്സായി. അതിനുശേഷം പിന്നെ കയറിയില്ല. പിന്നീട് ആളെ കോളേജിൽ കണ്ടിട്ടുമില്ല. പിന്നെ ഒരു 4 പേരും കൂടി കാർ ആക്സിഡൻ്റ് ആയ സമയത്ത് ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. കാർ ആക്സിഡന്റോ? ഒരു മേജർ കാർ ആക്സിഡൻറ്റ്. 4 പേരും നല്ല വെള്ളത്തിലായിരുന്നു. ശിവകുമാർ, സേവി പുന്നു സാറിന് അറിയും. നിങ്ങളുടെ ഫോറൻസിക്കിലെ സീനിയർ പോലീസ് സർജനായിരുന്നു. പിന്നെ അലക്സാണ്ടർ, പിന്നെ സെൽവരാജ്. അലക്സാണ്ടർ ആയിരുന്നു കാർ ഓടിച്ചിരുന്നത്. അലക്സാണ്ടർ കുറേ കാലം ഹോസ്പിറ്റലായപ്പോൾ ഇയർ ബാക്കായി. പിന്നെ കുറേ കാലം കോമയിലായിരുന്നു. സെൽവരാജ് പിന്നെ ക്യാമ്പസിൽ വന്നിട്ടേ ഇല്ല. സോ അന്ന് നടന്ന ആക്സിഡന്റ് ആണ് സാർ ഇതിന്റെ എല്ലാം ഒറിജിൻ പോയിന്റ്. അനാട്ടമി ഹാളിലെ കോട്ട് അനുസരിച്ച് അപ്പോൾ ഇനി 2 കൊലകൾ കൂടി. ആൻഡ് ഫൈനലി വി ഹാവ് 2 more പോസിബിൾ വിക്ടേഴ്സ്. മാഡം, സേവി സാറിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. സാറ് സേവിക്ക് ചെറിയൊരു സർജറി ഉണ്ട് കോഴിക്കോട് സൺറൈസ് ഹോസ്പിറ്റലിൽ. സർജറി എപ്പോഴാണ് മാഡം? നാളെയോ മറ്റന്നാളോ ആണ്. അത് അങ്ങേരോട് പോയി ചോദിക്കേ. സേവിയുടെ അമേരിക്കയിലുള്ള മകളെ വിവരം അറിയിച്ചിട്ടുണ്ട്. ആ കുട്ടിയോടെ സേഫാണെന്ന് വേണം കരുതാൻ. ഈ അലക്സാണ്ടർ ഒരു അവിവാഹിതനാ, മക്കളൊന്നുമില്ല. നമ്മൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. സേവി ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല സാർ.
അവിടെ ഒന്നും ആരുമില്ല സാറേ. കുറച്ചാളായിട്ട് ആരും ഇല്ലാത്ത പോലെ വീട് കിടക്കണേ. ഈ രാഘവൻ, ലോട്ടറി കച്ചവടക്കാരൻ രാഘവൻ ഈ കേസുമായിട്ട് എന്താ ബന്ധം? അത് നമുക്കറിയില്ല സാർ. എങ്കിലും വളരെ ആകസ്മികമായിട്ട് ഈ കേസിനകത്തേക്ക് കടന്നു വന്ന ഒരാളല്ല അയാള്. കൃഷ്ണദാസിന്റെ ശബ്ദം പോയ സർജറിയും പണ്ട് നടന്ന ആക്സിഡന്റും എവറിത്തിങ് ഈസ് ഇന്റർ കണക്റ്റഡ്. അവര് മക്കളെ ടാർഗറ്റ് ചെയ്യാണ് സാർ. ആരാടാ മൊത്തക്ക് ലൈറ്റ് അടിക്കും? അയൽക്കാരനാ സാറേ. കടയും പൂട്ടി വരുന്ന വഴിയാ. ആ, അയൽക്കാരനാ സാറേ. അലക്സാണ്ടർ ഇവിടെ ഇല്ലേടോ? അങ്ങേര് ഇവിടെ ഇല്ല സാറേ. എവിടെ പോയതാ? 10-15 ദിവസം മുന്നേ ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് ദുബൈയിലേക്കാന്ന് പറഞ്ഞു പോയതാ. എപ്പോ വരുമെന്നറിയോ? ഒരു ഐഡിയ ഇല്ല സാറേ. സാർ, ദുബായിൽ നിന്ന് ഡോക്ടർ അലക്സാണ്ടർ വീഡിയോ കോളിലുണ്ട്. സാർ നമസ്കാരം. സിജോ സാറെല്ലാം പറഞ്ഞിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ഒരുമിച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി എന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറെ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ എന്നാ നാട്ടിലേക്ക് വരുന്നത്? സാറേ എനിക്ക് ജീവനി കൊതിയുണ്ട് സാറേ. നിങ്ങൾ ആ ക്രിമിനലിനെ പിടിക്കുന്നത് വരെ ഞാൻ എന്തായാലും ഇവിടെ തന്നെ നിൽക്കാമെന്ന് കരുതുന്നു. ഒരു 5-6 മാസം മുമ്പ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് തന്നായിരുന്നു. അന്നാരും അതിനൊരു വിലയും കൽപ്പിച്ചില്ല. ഞാനുണ്ട് നാട്ടിലേക്കില്ല സാറേ. ഡോക്ടർ കട്ടാക്കി സാർ. 6 മാസം മുമ്പ് പരാതിയോ? സർ, ഇയാൾ അവിടുത്തെ ലോക്കൽ സ്റ്റേഷനിൽ തന്റെ വീടിന് നേരെ രാത്രി ആരോ കല്ലെറിഞ്ഞെന്ന് പറഞ്ഞ് പരാതിപ്പെട്ടിരുന്നു. ഇതതിന്റെ എഫ്ഐആറിന്റെ കോപ്പിയാണ്. അപ്പൊ എങ്ങനെ പറഞ്ഞ പോലെ നാളെ ഈവനിങ് തന്നെ അങ്ങ് ഓപ്പറേറ്റ് ചെയ്താലോ? സിസ്റ്റർ NPO ആഫ്റ്റർ 10 അല്ലേ? യെസ് ഡോക്ടർ. അപ്പം ഡോക്ടർ സാധാരണ പോലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കഴിച്ചോ. ആഫ്റ്റർനൂൺ നമുക്ക് പ്രീഒപിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. എല്ലാം നീ മുറ പോലെ അങ്ങ് ചെയ്താൽ മതി. എൻ്റെ ഇവിടെ ആരും ഉണ്ടാവില്ല. ചെറിയ പരിപാടി ആയതുകൊണ്ട് വൈഫിൻ്റെ അടുത്ത് കൂടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും സാരമില്ല, അതൊക്കെ ഞാൻ നോക്കിയോളാം. ഏതായാലും ഇതിൻ്റെ പേര് ഡോക്ടറിൻ്റെ അടുത്ത ആഴ്ചത്തെ പുസ്തക പ്രകാശന ചടങ്ങൊന്നും മാറ്റി വെക്കേണ്ടി വരത്തില്ല കേട്ടോ. താങ്ക് യു സലാം. ഓക്കെ. എബ്രഹാം ഹോസ്ലർ, ACP തൃശൂർ. ഡോക്ടറുടെ ഫോൺ ഇവിടെ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല. ഞാനിപ്പോൾ സർവീസിലില്ലല്ലോ. അൺനോൺ കോൾസ് ഒന്നും എടുക്കാറില്ല. ഓ, വാട്ട്സ് ദ മാറ്റർ? ഡോക്ടർ, ദർസ് എ ത്രെറ്റ് യുവർ ലൈഫ്. നമ്മുടെ ജോലിയിൽ അതൊക്കെ എപ്പോഴും ഉള്ളതല്ലേ ഹോസ്ലർ? ഐ നോ ദാറ്റ്, ബട്ട് ദിസ് ഇസ് സംതിങ് പേഴ്സണൽ. ബർത്ത്ഡേ കില്ലറിൻ്റെ അടുത്ത ഇര ഒരുപക്ഷെ താങ്കളായിരിക്കാം. ഓ, ഐ സി. സാറ് വൈ മീ എന്ന് ചോദിച്ചില്ല. ഒട്ടും സർപ്രൈസ്ഡ് ആയുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരിക്കേണ്ടവരല്ലേ? എനിത്തിങ് ക്യാൻ ഹാപ്പൻ ടു എനി വൺ എനി ടൈം അല്ലേ? എല്ലാവർക്കും ഒരേ മറുപടികൾ. അതുകൊണ്ട് തന്നെ കൃഷ്ണദാസിനെ അറിയൂ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. Am I right, ഡോക്ടർ? ഓക്കെ ഡോക്ടർ, യു ക്യാരി ഓൺ. സർജറി മുടക്കണ്ട. ഞങ്ങളുടെ ആളുകൾ കാവലായിട്ട് കൂടെ തന്നെ ഉണ്ടാവും. സാർ, He is a dead man walking. He knows that.